BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിങ്ങൾ നാമക്കുഴി എന്ന സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് നാമക്കുഴി. വോളിബോളിനും ഫുട്ബോളിനും പേര് കേട്ട സ്ഥലമാണ് നിലവിലെ നാമക്കുഴി. എന്നാൽ ഈ ഒരു ചെറിയ ഗ്രാമം പ്രശസ്തമാകാൻ കാരണം അവിടുത്തെ സ്പോർട്സ് മാത്രമല്ല, അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥയിലെ കഥാപാത്രങ്ങളുടെ അടുത്താണ് നമ്മൾ ഇന്നുള്ളത്. ഒരു പക്ഷേ ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ഈ കഥയോ ഇതിൽ പറയുന്ന ആളുകളെക്കുറിച്ചോ വലിയ ധാരണ ഉണ്ടാകുമോ എന്നറിയില്ല. ഈ കഥയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വർഷം പിറകിലോട്ട് പോകണം. അതായത് ഒരു 1960കളുടെ തുടക്കത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. അന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾ കായിക രംഗത്ത് പങ്കെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയാത്തവരായിരുന്നു കൂടുതലും. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഗവൺമെൻറ് സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ ജോർജ് വർഗീസ് വോളിബോൾ കളിക്കുന്നതിനായി ഒരു കൂട്ടം പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. ആദ്യം ചില വിസമ്മതങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ വോളിബോൾ കളിക്കാൻ തുടങ്ങി. പലർക്കും വീടുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നു. എന്നാലും വോളിബോൾ കളിയിൽ നിന്ന് പിന്മാറിയില്ല. കൂടാതെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ വലിയ വിജയങ്ങൾ നേടാൻ തുടങ്ങി. വോളിബോളിലേക്ക് വന്നു വെച്ചാൽ ഈ സ്കൂളിൽ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വോളിബോൾ കളിപ്പിക്കുന്നുണ്ട് ജോർജ് വർഗീസ് സാർ. അപ്പോൾ നമ്മളിത് ഈ കളി ഈവനിങ്ങിലൊക്കെ കളി കാണും, പുറത്ത് നിന്ന് കളി കാണും. അവരടിച്ച് വിടുന്ന ബോളൊക്കെ നമ്മൾ പെറുക്കി കൊടുക്കും കോർട്ടിലേക്ക്. അങ്ങനെ പുറത്ത് വന്ന് നിന്ന് പിന്നെ സാറിന് നമ്മൾ നിൽക്കുന്നവർക്കൊക്കെ ഓടി പോകുമ്പോൾ നമുക്കും നമ്മുടെ താല്പര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും എന്തായാലും ഞങ്ങളെയും എന്നെയൊക്കെ ചേർത്ത്, എന്നെ പോലെ പലരെയും ചേർത്ത് വോളിബോൾ ടീമിലേക്ക് ചേർത്തു. പിന്നെ പ്രാക്ടീസ് കൊട്ടിക്കയറി കളിക്കാനുള്ള അനുവാദമൊക്കെ ആയി. ഗ്രാജുവലി നമ്മളും പ്ലെയറായി. ഓരോ ടൂർണമെൻറ്റുകളിലൊക്കെ നമ്മളെ കൊണ്ടുപോകും. അന്നത്തെ കാലത്ത് പിള്ളേരൊന്നും അങ്ങനെ പുറത്തേക്ക് വിടുകയോ കളിക്കാൻ പോകുമോ ഉള്ളതല്ല. എനിക്ക് വീട്ടിൽ നല്ല പ്രതികരണം ആയിരുന്നില്ല. അമ്മ സപ്പോർട്ടായിരുന്നു. ബോൾ ഔട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പെറുക്കി കൊണ്ടുപോയി സാറിൻ്റെ കൈ കൊടുക്കും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും സാറിന് എൻ്റെ പൊക്കമൊക്കെ കണ്ടപ്പോഴത്തേനും സാറ് പറഞ്ഞു, നീ കൊള്ളാലോടി, അപ്പം ഇവർക്ക് പൊക്കമൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ഒരു ദിവസം ഇരിക്കാൻ പറഞ്ഞു. എന്നാലും ഞാനൊന്നും അന്നൊക്കെ കുഞ്ഞിലെ 6-ലൊക്കെ അല്ലേ, അപ്പം ഞാൻ വിട്ട് ഓടും വീട്ടിലേക്ക് 4 മണിയാകുമ്പോൾ പുസ്തകമൊക്കെ ആയിട്ട്. പിറ്റേ ദിവസം സാർ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു ഹെഡ് മാസ്റ്റർ എടുത്തോ കൊണ്ടുപോയിട്ട് ഇവള് കളിക്കുന്നില്ല, ഇവള് നിൽക്കുകയായിരുന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. നാളെ മുതൽ നിന്നില്ലെങ്കിൽ നിന്നെ ക്ലാസ്സിൽ കയറ്റില്ല. അതാ അങ്ങനെ പേടിച്ച് പറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഇതിന് വന്നകപ്പെട്ടത്. പിന്നെ ഞങ്ങൾ ഇത്രയും പേര് 6-7 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തൊട്ടടുത്ത അമ്മണി, ഞങ്ങളെല്ലാം ഒരു അടുപ്പുകല്ല് പോലെ ഒരു അങ്ങനെ സ്ഥലം, എരമയൊക്കെ തൊട്ടടുത്ത. അപ്പം ഞങ്ങളെ ഇങ്ങനെ സാറ് പന്ത് കളിപ്പിച്ച് തട്ടി ഇങ്ങനെ സർവീസ് ചെയ്യിച്ച ആദ്യം. അപ്പം ഞങ്ങളൊക്കെ ഒരുവിധം ചെയ്യുമായിരുന്നു. ഈ പൊക്കമൊക്കെ കണ്ടിട്ട് എനിക്ക് അടിക്കാനായിട്ട് വരും. അപ്പം ഞാൻ ഒരുവിധം നല്ലപോലെ അങ്ങ് അടിച്ച ഗ്രൗണ്ട് അപ്പുറത്തും വിടും, നെറ്റിൻ്റെ അപ്പുറം. അപ്പം സാറ് ഇങ്ങനെ 6-7 കൊച്ചേരിയമ്മയ്ക്കൊക്കെ പൊക്കയില്ല, അവരൊക്കെ ഡിഫൻഡറായിട്ട് പൊക്കി തരാനായിട്ട് ഞാൻ അടിക്കും, ഞാനും ഏലമ്മയൊക്കെ. സ്കൂൾ തല മത്സരങ്ങളായാലും സംസ്ഥാനതല മത്സരങ്ങളായാലും വിജയം ഇവരെ തേടിയെത്തി. പിന്നീട് ഇവർ അറിയപ്പെട്ടത് നാമക്കുഴി സിസ്റ്റേഴ്സ് എന്നാണ്. ഈ പേര് വരാനും ഒരു കാരണമുണ്ട്. ഇവർ എല്ലാവരും അയൽവാസികളും ബന്ധുക്കളുമായിരുന്നു. കേരളത്തിന് ദേശീയ വനിതാ വോളിബോൾ കിരീടം ആദ്യമായി നേടിത്തന്നത് ഇവരടങ്ങിയ ടീമാണ്. ഡിഫൻഡറായി കളിച്ചേർന്നാണ്. ഏലമ്മയ്ക്ക് നല്ല ബോളിട്ട് കൊടുത്താൽ ടെഗ്ലൈൻ്റെ വെളിയിൽ നിന്നായാലും അടിക്കും. ടെഗ്ലൈൻ്റെ പുറത്ത് ഞാൻ ബോളിട്ട് കൊടുത്താലും ഭംഗിയായിട്ട് ബോൾ റോൾ ചെയ്യാതെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി അടിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരും എനിക്കുണ്ട്. ഏലമ്മയുടെ പോലെ തന്നെ അങ്ങനെ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നീട് 1975 ആദ്യമായി ഒരു വനിതാ അർജുന അവാർഡ് കൊണ്ടുവന്നതും ഇവരിൽ ഒരാളായ KC ഏലമ്മ ആയിരുന്നു. നാമക്കുഴി സിസ്റ്റേഴ്സിൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. KC ഏലമ്മ, VK സാറമ്മ, PK ഏലിയാമ്മ, PC ഏലിയാമ്മ, VV അന്നക്കുട്ടി, VK ലീല, P ലീലാമ്മ, MN അമ്മിണി തുടങ്ങിയവരായിരുന്നു. പിന്നീട് എല്ലാവർക്കും പോലീസിൽ ജോലി കിട്ടുകയും സ്പോർട്സ് കാരണം ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചകളിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു. കളിച്ചുകൊണ്ടിരുന്ന നാളിൽ തന്നെ ഞങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആയിരുന്നു. കേരള പോലീസിലേക്ക് വിളിച്ചു ഞങ്ങളെ വിളിച്ച് ചോദിക്കുക അവർക്ക് വില്ലിങ് ആണോ എന്ന്. അന്നത്തെ DGP, അന്നൊരു DGP ഉള്ളൂ, അതാണ് MK ജോസഫ് സാർ. പുള്ളി മരിച്ചുപോയി. ദെൻ അന്ന് SP എന്ന് പറയുന്നത് കോട്ടയത്തെ SP, വെങ്കടാചല SP ആണ്. അപ്പോൾ DGPയുടെ ഉത്തരവ് പറഞ്ഞു, ഞങ്ങൾക്ക് മുകളിലുള്ളവരെയാണ് ഞങ്ങൾ ആക്ട് ചെയ്യേണ്ടത്, ഞങ്ങളെ ഡിസിപ്ലിനിൽ പഠിക്കേണ്ടവരാണ്, അവരെ അനുസരിക്കണം. അപ്പോൾ പുള്ളി അവിടുന്ന് കോട്ടയം SP വിട്ടിട്ട്
ഞങ്ങൾ അന്ന് എല്ലാവരും കോട്ടയം ജില്ലക്കാരായിരുന്നു. അപ്പോൾ കോട്ടയത്തെ വന്നു ഞങ്ങളുടെ വീടുകളിൽ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരോട് ചോദിക്കുക. ഞങ്ങളപ്പം അന്ന് പേരുകേട്ട കളിക്കാരാണ്, ഈ ലോകത്തിലെ ഏറ്റവും പേരുകേട്ട കളിക്കാരാണ്. അപ്പം ഇന്ന് ഞങ്ങളെ അറിയില്ലല്ലോ ജനം. അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഞങ്ങളെ ഒരു ജനവും അറിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ഇത്ര ഇതായിട്ട് ചെയ്ത അദ്ദേഹത്തിനോട് പറഞ്ഞ തീരാത്ത നന്ദി. ദൈവം അങ്ങേർക്ക് ആരോഗ്യ ആയുസ്സും കൊടുക്കട്ടെ, നല്ല രീതിയിൽ കൂടെ വരണം. പക്ഷേ അങ്ങനെ വന്നാണ് ഞങ്ങൾ പോലീസിൽ ചേരുന്നത്. ഈ പോലീസിലേക്ക് പോരാനായിട്ട് ഈ 4 പേര് പോയ ഒരു ടീമാകിയല്ലോ. അപ്പോൾ ഇനി എത്ര പേരുണ്ട് എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് അവരോടും വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പിന്നെ അങ്ങനെ പോലീസിലേക്ക് പോയത്. പോലീസ് പോയി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ട്രെയിനിങ് സമയത്ത് ഞങ്ങൾ 72 പോലീസ് ചേർന്നു. നവംബർ 2-ാം തീയതി ഞങ്ങൾ പോലീസ് ചേർന്നത്. പോലീസ് ചേർന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്നതിന് ശേഷമാണെങ്കിലും ഞങ്ങൾ ടൂർണമെൻറ്റ് കളിക്കാനൊക്കെ അങ്ങ് പോയേക്കുമായിരുന്നു. അന്നും ട്രെയിനിങ് ഞങ്ങളുടെ കൂടെ 97 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ. ആ 97 പേരിൽ ഞങ്ങൾ ഈ 8 പേര് മാത്രമാണ് ഞങ്ങളെ സ്പെഷ്യലായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങൾക്ക് വോളിബോളിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു. അന്ന് ഞങ്ങൾ മറ്റവരുടെ ഒപ്പം ട്രെയിനിങ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ ടൂർണമെൻറ്റിന് പോയി ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു വന്നു കഴിയുമ്പോഴും ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഫിസിക്കലൊക്കെ ഫിറ്റ് ആയതുകൊണ്ട് അധികം ട്രെയിനിങ്ങിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരേ സ്ഥലത്തേക്ക് എല്ലാവരെയും ഞങ്ങൾ 8 പേരെ 8 സ്ഥലത്തേക്കായിട്ടാണ് പോസ്റ്റ് ചെയ്തത്. ഒരിടത്തേക്ക് ഇട്ടാൽ നമുക്ക് ഡ്യൂട്ടിക്ക് ആൾ പോകാനുണ്ടായില്ല. അത് കാരണം പല ഡിസ്ട്രിക്റ്റ് കാണിച്ചിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ശമ്പളമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ലോക വനിതാ ദിനമായ മാർച്ച് 8-ന് 8 പേരും 25 വർഷത്തിന് ശേഷം നാടിന്റെ ആദരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ക്യാമറമാൻ മാനു കോട്ടക്കലിനൊപ്പം അസ്ന ഷെറിൻ, M5 ലൈവ്, എറണാകുളം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.